ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് നല്ല ഗുണം കിട്ടുന്ന ഒരു പുതിയ പലഹാരം നമുക്കുണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോണ്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് ബദാം മരത്തിൽ നിന്നും കിട്ടുന്ന ഒരു പശയാണ്. ഇതിൽ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയത്. കൊളസ്ട്രോൾ, അൾസർ എന്നിവയ്ക്കുള്ള ഒരു നല്ല ഔഷധം കൂടിയാണിത്. കൊച്ചു കുട്ടികൾക്ക് അവരുടെ അസ്ഥികൾക്കൊക്കെ ബലം വയ്ക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. എന്തായാലും നമുക്കിത് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടപ്പയിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 750 ഗ്രാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്ക്കകത്താണ് ഇത് ഉണ്ടാക്കേണ്ടത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഗോണ്ട് അതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അത് മൂപ്പിച്ച് എടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാർക്കൊക്കെ പാലുണ്ടാകാനൊക്കെ വളരെയധികം നല്ലതാണ്. ഇത് മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർത്ത് ഉണ്ടാക്കിയാണ് ഇത് കഴിക്കേണ്ടത്. ഇത് ജിമ്മിൽ പോകുന്നവരൊക്കെ മസിൽ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. ഇത് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ രാവിലെ ആകുമ്പോഴേക്ക് ഇത് ലിക്വിഡ് രൂപത്തിലായി നമുക്കിത് കിട്ടും. അതൊന്ന് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളും പോഷകാംശങ്ങളും കിട്ടുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ കൊടുത്ത് എന്നെ ഒന്ന് സഹായിക്കുകയും വേണം. ഇപ്പോൾ അതെല്ലാം ഞാൻ കോരിയെടുത്തു. ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് ഉഴുന്നിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉഴുന്ന് പൊടി സ്വല്പം തരിതരിപ്പുള്ളതാണ് എടുക്കേണ്ടുന്നത്. റവയുടെ തരിതരിപ്പോട് കൂടിയുള്ള അങ്ങനെയുള്ളതാണ് എടുക്കേണ്ടത്. 300 ഗ്രാം ഉഴുന്നുപൊടിയാണ് ഞാൻ എടുത്തത്. സ്വല്പം നെയ്യ് കൂടി അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി നമുക്കത് ഒരു ലിക്വിഡ് പരുവത്തിൽ നമുക്കത് കിട്ടും. ഇനി നമുക്കത് ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കണം. ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പേ വെച്ച് അതിൽ 500 ഗ്രാം പഞ്ചസാര ഇട്ട് അതിന് മീതെ നിൽക്കത്തക്കതുപോലെ വെള്ളം ഒഴിച്ച് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന അതിലേക്ക് നമുക്കിത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇത് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പടിക്കാതിരിക്കാൻ ഇത് വളരെയധികം നല്ലതാണ്. ഇത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ച് 1 വർഷം വരെ ഇത് കേടാകാതെ ഇരിക്കുന്ന ഒരു നല്ല പലഹാരമാണ്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക് ഇത് പഞ്ചസാര ഇല്ലാതെ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കി അവർക്ക് വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആ വറുത്ത് കോരി വെച്ചിരുന്ന ആ ഗോണ്ട് അതിലേക്കിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 150 ഗ്രാം ചുക്കുപൊടി, ഒരു 10 ഗ്രാം കുരുമുളകിൻ്റെ പൊടി, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടി നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതിലേക്കിട്ട് നമുക്ക് അത് ബദാമും അണ്ടിപ്പരിപ്പും അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കത് ഇട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ടത് ഇളക്കിയെടുക്കണം. കുറച്ച് നേരം നന്നായിട്ടത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ അത് ലഡുവിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കാം. അതല്ല ചതുരാകൃതിയിലുള്ളതാണെങ്കിൽ നമുക്കൊരു ഡിഷിലേക്ക് മാറ്റി ഒന്ന് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പലഹാരത്തിന് അഡദിയ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് താങ്ക് യു. ഒരു നല്ല വീഡിയോയുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.